സംബന്ധിച്ചപ്പോൾ നാട്ടുകാർ ആ രീതിയിലല്ല സഹകരിച്ചത്. അതായത് അത്രയ്ക്ക് അച്ഛൻ്റെ അടുത്ത് ആ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞാൽ നമ്മളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് വെച്ച് പുലർത്താൻ പറ്റൂല, അവർക്ക് അതൊന്നും പറ്റൂല. അവരെ അതായത് ഈ ക്ഷേത്രത്തിന് അത്രയ്ക്ക് അവരെ രീതിയിൽ അവർക്ക് കൊണ്ടുപോകണം. ആ ആചാരങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും പറ്റില്ല. അപ്പൊ അവർക്ക് അണ്ടാത്ത ഉത്സവം വെച്ചാൽ നമ്മൾ നോട്ടീസ് വെച്ചപ്പോഴത്തേക്ക് നെല്ലേ ഞാൻ പറയുന്ന കേക്ക് നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ അകത്ത് പോകണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് അടുത്ത ഉത്സവം വെച്ചപ്പം ഇവരെ പേരൊന്നും വെച്ചില്ല. അതിന്റെ വാശിയും വൈരാഗ്യവും ഇപ്പൊ ഒരു സാഹചര്യത്തില് ഈ നാട്ടുകാരെ നമുക്കങ്ങ് എതിരായി. അത് സത്യമുള്ള കാര്യമാണ്. അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛന് ഭയങ്കര ആചാര്യൻ ഒരു സ്വാമി സമാധിയായിരിക്കുന്നു. ആ സമാധിയിൽ സംശയമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ആലുവയിൽ ഉസ്താദ് തമിഞ്ഞുകൊണ്ട് വീട്ടുകാരെ പറ്റിച്ച് പണം കൈക്കലാക്കിയതിന്റെ പേരിൽ കേസുണ്ട്. ആ രണ്ട് വിഷയവും ഇന്ന് സ്പോട്ട് റിപ്പോർട്ടർ ചർച്ച ചെയ്യാണ്. അന്ധവിശ്വാസം. സ്പോട്ട് റിപ്പോർട്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിന്റെ ആചാര്യനായ ഗോപൻ സ്വാമി എന്നുള്ള സ്വാമിയാണ് 2 ദിവസം മുമ്പ് സമാധിയായെന്ന് മകൻ പറയുന്നത്. ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സമാധി സ്ഥലമുള്ളത്. സമാധിയായ ശേഷം അച്ഛൻ നേരത്തെ തന്നെ ആഗ്രഹിച്ചിരുന്നു ഇവിടെ സമാധിയായി എന്നെ അടക്കം ചെയ്യണം എന്നുള്ളത്. അതിന്റെ രീതിയിൽ ഇവിടെ ഒരു മണ്ഡപം പോലെയൊക്കെ ഒന്ന് റെഡിയാക്കി. ഈ നാട്ടുകാർ ഈ രീതിയിൽ പെരുമാറിയപ്പം അപ്പം അച്ഛന് സമാധിയാവുന്ന സമയം അപ്പം ഋഷിപീഠം എന്ന് പറയുന്ന അച്ഛൻ ധ്യാനിക്കുന്ന സ്ഥലമാണ് അവിടെ. അച്ഛൻ എത്രയോ കാലത്തിന് മുമ്പ് മരുത്തോമല അച്ഛൻ്റെ ഒരു ആശ്രമമൊക്കെ ഉണ്ട്. അതൊക്കെ അച്ഛൻ ഈ നാട്ടിലുള്ളവരതൊക്കെ തന്നെയാണ് അവിടെ പണി ചെയ്തത്. മരുത്തോല ആശ്രമമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് സമാധി ചടങ്ങുകളൊക്കെ പോയിട്ടുള്ളതാണ്. കോമ്പൈ സിദ്ധാശ്രമം, ഈത്താമൊഴിയിലൊക്കെ പോയിട്ടുള്ളത്. പെൻഷൻ പറ്റി അയാളുടെ സ്വന്തമായിട്ട് അന്നൊക്കെ ആണെങ്കിൽ അന്ന് ഞാനും പൈസ കൊടുത്തു, പിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പറയും പോലെ അല്ല, ഇവർ സ്വന്തമായിട്ട് അങ്ങനെ അയാളെ അധ്വാനത്തിൽ മാത്രം ഉണ്ടാക്കിയതല്ല. യൂണിയനിൽ നിന്ന് എല്ലാ ആളുകളും പൈസ കൊടുത്തു, ഞാൻ ഉൾപ്പെടെ കൊടുത്തു, കോവിൽ വയ്ക്കാൻ വേണ്ടിയേ. അന്ന് യൂണിയനിലുള്ള ആൾക്കാരെല്ലാം അന്ന് മലക്കറി ലാറിയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ രസീത് കൊടുത്താണ് ഇയാൾ വാങ്ങിക്കുന്ന പൈസ. അപ്പം അച്ഛൻ ഒരുപാട് ഈ സമാധി ചടങ്ങുകളും ഈത്താമൊഴിയിൽ സ്വന്തമായിട്ട് മരുത്തോമലയിൽ കോമ്പൈ സിദ്ധാശ്രമമുള്ള ആളായിരുന്നു. അപ്പം എന്റെ അച്ഛൻ അവിടെ പിന്നെ കോവിൽ വെച്ചു. അഗസ്ത്യാർമുനി ആദ്യം, പിന്നീട് കോവിൽ വന്നു. നല്ല ഭക്തിയുള്ള കോവിലാണ്, നമ്മൾ വിശ്വാസമുള്ള കോവിലാണ്. പിന്നെ പിള്ളേർ രണ്ട് ശരിയല്ല, ആണ് കുഴപ്പം. എന്തായിരുന്നു അവരുടെ പ്രശ്നം? പ്രശ്നം ഈ കൊച്ചുങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെ കോവിലിൽ തന്നെ മക്കൾ കാണുന്ന ഇവിടെ കൂടെ ഒരു വഴിയുണ്ടായിരുന്നു. സിദ്ധാശ്രമത്തിന് അച്ഛൻ ഈ ഒരു ആശ്രമം ദാനം കൊടുത്തു. അവിടെയുള്ള സ്വാമിമാർക്ക് ധ്യാനിക്കാൻ വേണ്ടി ദാനം കൊടുത്തിട്ട് അച്ഛനാണ് ഈ ശ്രീകോവിൽ നിർമ്മിച്ചത്. അത്രയും യാതനകൾ സഹിച്ചാണ് അച്ഛൻ ഈ ശ്രീകോവിൽ നിർമ്മിച്ചത്. അപ്പം ഈ അത്രയ്ക്ക് ഈ നാട്ടുകാർക്ക് ഇത് കൊടുക്കാത്തതിന്റെ ആ വ്യാവ് മൊത്തം ഈ ഒരു കാര്യത്തിൽ കാണിച്ചു. എന്റെ അച്ഛൻ സമാധിയാവാൻ സമയമായപ്പോ എന്റെ അച്ഛൻ പറഞ്ഞ് അതായത് ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ട്. നമ്മളെ വീട് കണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ ഇയാൾ ഈ വാഴ വെച്ചങ്ങ് അടച്ചു. ആദ്യം എല്ലാവരെയും സോപ്പിട്ട് ഈ കാണുന്ന റോഡെല്ലാം ആൾക്കാർ ചുമ്മാ കൊടുത്തതാ, വേറെ വസ്തുവിൻ്റെതാ. അപ്പൊ ഇങ്ങനെ ക്ഷേത്രം വരുമ്പോ എല്ലാവർക്കും നല്ലതല്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും വസ്തുവൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ റോഡ് വന്ന് വാഹനമൊക്കെ അവർക്ക് ആയപ്പം പിന്നെ ബാക്കിയുള്ളവരൊന്നും വേണ്ട. പിന്നെ പിള്ളേരെ കൊച്ചുങ്ങൾ കൂടെ ചുരിദാറിട്ടൊന്നും കോവിൽ വരാൻ പാടില്ല. എൻ്റെ മക്കൾ ഇവിടെയൊക്കെ വരുമായിരുന്നു കോവിലിൽ തൊഴാൻ. അപ്പോൾ ഈ അഗസ്ത്യാർമുനിയല്ലേ ആദ്യമേ ഉള്ളൂ. ആ സ്വാമിക്കുള്ള ഹാരം തന്നെ എൻ്റെ മക്കൾക്ക് ഈ കൊച്ചു പിള്ളേർക്ക് പിറ്റേന്നെടുത്ത് ഇളക്കി കൊടുക്കും. തലയെ വെച്ചുകൊണ്ടാണ് ഇതുങ്ങൾ സ്കൂളിലൊക്കെ പോണത്. അപ്പം നമുക്ക് ഇരുത്തി കഴിഞ്ഞാൽ ആർക്ക് വേണോ തൊടാൻ കാണാൻ എല്ലാം ചെയ്യാം. പക്ഷെ ജീവൽ സമാധി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ സമാധി ചടങ്ങ് കാണാൻ പാടില്ല. ശ്രീനാരായണ ഗുരു സമാധിയായ സമയത്ത് പോലും തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശിഷ്യനെ വിട്ടാണ് ആ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചത്. പ്രിയ ശിഷ്യൻ മാത്രം, ശ്രീനാരായണ ഗുരുസ്വാമി. എല്ലാവർക്കും അറിയാം നാരായണ ഗുരുവിന്. അതിനകത്ത് ഈ ലോകത്ത് ആരുമില്ല. ലോകം മൊത്തം നിറഞ്ഞ മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത ആളാണ് ശ്രീനാരായണ ഗുരു. അപ്പം ഈ ശ്രീനാരായണ ഗുരു സ്വാമി ചെയ്തതുപോലെ പ്രിയ ശിഷ്യനെ മാത്രം നിർത്തിയാണ് ആ സമാധി ചടങ്ങ് നടത്തിയത്. അപ്പൊ പ്രിയ ശിഷ്യന്റെ അടുത്ത് മാത്രം. അതുപോലെ മക്കളെ, നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ, ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവുകയാണ്, ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ അവിടെ സുഖമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 1 കൊല്ലമായി. സുഖമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് എത്ര ആളായി? 4 കൊല്ലം വരെ ആയി. എവിടെയാണ് ചേട്ടൻ താമസിക്കുന്നത്? അതിന്റെ അപ്പുറത്താണ്. തൊട്ട് അയലോക്കക്കാരനായിട്ടും കണ്ടിട്ടില്ല.
ഇവിടേക്ക് അങ്ങനെ ആളുകളൊന്നും അധികം വരാറില്ലായിരുന്നു വീട്ടിലേക്ക്. ഇവിടെ അമ്പലത്തിൽ വരുമായിരുന്നു, പിന്നെ ചുരിദാറൊക്കെ ഇട്ട് കയറണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ആരും കയറില്ല. പിന്നെ ഞാൻ രാജസ്ഥാനുമായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട് അമ്പലത്തിൽ, പണി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുമെന്നാണ് അവൻ പറഞ്ഞത്. ഈ നാട്ടുകാർക്കൊരു സംശയമുള്ളത്, ഈ ആൾ സ്വയമായിട്ട് ഇവിടെ വന്നിരുന്നതാണോ അതിനുശേഷം മൂടിയതാണോ അതോ വീട്ടിൽ കിടന്ന് മരിച്ചതാണോ, അങ്ങനെ രണ്ട് സംശയത്തിൽ ഊന്നിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിപ്പോൾ ഈ മക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല. വിശുദ്ധി എന്ന 6 ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലിനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ്, ചൈതന്യമേറുന്ന സമയമാണ്. ആ സമയം മക്കളെ ആരും കാണാൻ പാടില്ല. നീ തന്നെ എന്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് അച്ഛന്റെ ആജ്ഞയാണത്. ആ സമയം പാടില്ല, ആ ബ്രാഹ്മ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല, ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. അതെല്ലാം ഞാൻ ചെയ്തു. അപ്പം ആ സമാധിയിൽ അച്ഛൻ ചെന്ന് മയിലാടിയിൽ അതായത് 5 വർഷത്തിന് മുമ്പേ അച്ഛൻ മയിലാടിയിൽ നിന്ന് ഈ പത്മപീഠക്കല്ല്, അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കല്ലും വൈരിടാനുള്ള ദിളക്കല്ലെല്ലാം അച്ഛൻ ഓർഡർ ചെയ്ത് 5 കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ്. പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ട് അച്ഛൻ്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗത ചക്രത്തിൽ ഓരോരോ കലകളെ ഉണർത്തി കുംഭകം കോവിലാണ്. പക്ഷേ ഈ പിള്ളേരൊന്നും ശരിയല്ല, രണ്ടുപേരും ശരിയല്ല. അത് ഒരുത്തം 3 പെണ്ണാറ്റം കിട്ടി. ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിയുന്നത് ഇവിടെ പൊരുത്തം വരില്ല എന്ന് പറഞ്ഞാൽ അത് കളഞ്ഞിട്ട് പോയി. ഇവരുമായിട്ടൊക്കെ ചെറുക്കായി. ഈ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ രണ്ടുപേരും, മൂത്തവൻ ഇവിടെ അല്ല താമസം. ഇത് മരിച്ചപ്പോഴാണ് അറിഞ്ഞിട്ട് വന്നത്. ഇളയവൻ അറിയിച്ചിട്ട്. ഇളയവനാണ് താമസം. ഇളയവനും ഭാര്യയും അമ്മയും അച്ഛനും ഇവരും അത്രയും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായിട്ടില്ല. ചില ദിവസമൊക്കെ ഇവർ വരുമ്പോൾ ഭയങ്കര ചീത്ത വിളിയാണ്. ഈ മൂത്തവൻ വരുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും. അപ്പം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ന് മൂത്തവൻ വന്ന് ചീത്ത വിളി എന്നൊക്കെയാണ് പറയണത്. ഈ വയ്യാതെ ഗോപനാചാരി വയ്യാതെ കിടക്കുമ്പോൾ എങ്ങനെയായിരുന്നു വീട്ടുകാർ നോക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ? അത് നമ്മൾ അങ്ങോട്ട് ഇപ്പം പോവാറില്ല, അകത്തോട്ടൊന്നും പോവാറില്ല. ഇങ്ങനെ മൂത്രം ഒഴിക്കുമ്പോൾ വഴക്ക് പറയും ഭയങ്കര. പറഞ്ഞുകൂടെടാ നിനക്ക്, അമ്മയ്ക്ക് തുണി കഴുകാൻ ജോലിയില്ല എന്നൊക്കെ കേട്ടോണ്ട് കുറച്ച് പറയണ കേൾക്കാം. അതേ ഉള്ളൂ. നമ്മളില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടല്ലോ. അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ്. ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല. ഞാൻ ചെയ്തത് തെറ്റല്ല, എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ഇത് നാട്ടുകാർ പറയുന്നത് അതല്ല, നാട്ടുകാർക്ക് ഇത് കൊടുക്കാത്തതിന്റെ. അപ്പൊ ആ സമയത്ത് എന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 11:30 മണിയായപ്പോൾ എന്റെ അച്ഛൻ വ്യാഴാഴ്ച കാലത്ത് 11:30 മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം സമാധിയായി. അത് കഴിഞ്ഞ് ഓരോ ചടങ്ങുകൾ എൻ്റെ ചേട്ടൻ അപ്പോൾ കമ്പനിയിലായിരുന്നു. ഞാൻ വിളിച്ചു, ചേട്ടനെ അറിയിച്ചു. ചേട്ടൻ വന്ന് പൂജാദ്രവ്യങ്ങൾ കംപ്ലീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ സമയം മുതലുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളെല്ലാം ചെയ്ത് പകൽ സമയമാണ്. ആദ്യം എല്ലാവരും ഓർക്കണം, പകൽ സമയമാണ്. രാത്രി 10 മണിക്കൂർ കഴിഞ്ഞാണ് ഭസ്മം, ചന്ദനം, പൂജ, അത് കർപ്പൂരം, എല്ലാ സുഗന്ധ ദ്രവ്യങ്ങളും വിട്ട് അച്ഛന് അനാഗത ചക്രം വരെ, അതായത് ഗൊയിലോട്ട് മൂടാൻ പാടില്ല. അതായത് ഈ അനാഗത ഹൃദയം എന്ന് പറയുന്ന അനാഗത ചക്രം കഴിഞ്ഞ് ഉയരോട്ട് പോകാൻ പാടില്ല. അതുവരെ മൂടി ആ ഭസ്മവും ഈ സുഗന്ധദ്രവ്യം നിമഞ്ജനം ചെയ്തിരിക്കുകയാണ്. ആ സമാധിയിൽ അച്ഛൻ ലയിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്, മന്ത്രമൂർത്തിയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച ഇനി അങ്ങോട്ടാണ്. ഇനി അത് മനസ്സിലാക്കി, ഇനി ക്ഷേത്രത്തിന്റെ വളർച്ച ഇനി അങ്ങാണ്. അപ്പൊ അച്ഛൻ സമാധിയായാൽ ഇനി അങ്ങോട്ട് ഈ ഉയർച്ചലുണ്ടാവും. അച്ഛന്റെ ആ സമയം തന്റെ ഈശ്വരനിൽ ലയിക്കുന്ന, ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ്. ആ സമയത്ത് അച്ഛൻ അപ്പൊ അതിനായി ഇതെല്ലാം പൊളിച്ചെടുക്കണം, നാട്ടുകാർക്ക് പൊളിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഈ ട്രസ്റ്റിലുള്ള ഭാരവാഹികൾ കാലത്ത് വന്നിട്ട് ഇവിടെ വന്ന് അപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് 3:30 ആയപ്പോൾ പോസ്റ്റർ കൊണ്ടുവിട്ടിച്ച്, വെളുപ്പാങ്കാലം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ പുഴയെ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ച്, അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്. അപ്പൊ ഇതെല്ലാം ഇവിടെ അമ്പലം വളരുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കുടുംബമായിട്ട് ഇത് വച്ചിരിക്കാൻ പാടില്ല, അവർക്ക് വേണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ അവിടെ കൊണ്ട് 3 പോസ്റ്റർ ഒട്ടിച്ചിട്ട് 3:30 നമുക്ക് വാർഡ് കൗൺസിലറെ വിളിച്ചറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരം വെളുത്തിട്ടാണ് വാർഡ് കൗൺസിലറെ വിളിച്ചറിയിച്ചു. നടപടി വിശദാംശങ്ങൾ
PV രതീഷ് നൽകും. രതീഷ്, ഇപ്പോഴും നമുക്ക് അവിടെ വലിയ പ്രതിഷേധം കാണാം. ഈ കല്ലറ പൊളിക്കാൻ പോലീസ് എത്തിയത് മുതൽ ഇങ്ങനെയുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ നടപടിക്രമങ്ങളെല്ലാം മാറ്റിവെച്ചത്? പ്രതിഷേധത്തിന്റെ മാത്രമല്ല, ഈ ബന്ധുക്കളടക്കമുള്ളവർ അഭിഭാഷകർ മുഖേന ഡിവൈഎസ്പിയുമായും സബ് കളക്ടറുമായും സംസാരിച്ചു. അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഈ നോട്ടീസ് നൽകി ബന്ധുക്കളെ ഇക്കാര്യം അറിയിക്കണം, മാത്രമല്ല അവരുടെ ഭാഗം കൂടി കേൾക്കണം. പ്രധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിവരങ്ങളും അജീഷ് ജയകുമാർ ചെയ്യുന്നു. അജീഷ്, ഇനി എന്താണ് തുടർ നടപടികൾ? ഇന്ന് ഈ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ കല്ലറ പൊളിക്കാൻ പോലീസ് വൻ സന്നാഹവുമായി അവിടെ എത്തിയതാണ്. പക്ഷേ അവിടുത്തെ സ്ഥിതിവിശേഷം പരിശോധിക്കുമ്പോൾ ക്രമസമാധാന നില തകർന്നേക്കുമെന്ന ആശങ്കയിൽ തൽക്കാലം നിർത്തിവെക്കുകയായിരുന്നു. അല്ലെങ്കിൽ കുടുംബം ഇനി കോടതിയെ സമീപിച്ചിട്ട് കോടതിയിൽ നിന്ന് ഒരു ഇന്റിമേഷൻ വിവരം വന്നതിന് ശേഷം മതി തുടർ നടപടികൾ എന്ന നിഗമനത്തിലേക്കാണോ പോലീസ് എത്തിച്ചേരുന്നത്? എന്തായാലും പോലീസ് ഇപ്പോൾ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഒരു കൂടിയാലോചന നടത്തുന്നുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം അവിടെ സ്ഥലത്തുണ്ട്. ഈ മരിച്ച ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങളും അഭിഭാഷകനും അവിടെ എത്തി കൂടിയാലോചന നടത്തുന്നുണ്ട്. എന്തായാലും ഈ തൽക്കാലത്തേക്ക് മാത്രമാണ് ഈ കല്ലറ പൊളിക്കുന്ന നടപടി നിർത്തിവെച്ചിരിക്കുന്നത്. പോലീസ് അത് ഇന്ന് കൂടിയാലോചനയ്ക്ക് ശേഷം ഇന്നോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമോ അത് നടത്തും. കാരണം ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവുമായിട്ട് പോലീസ് സംഘം ഇന്നിവിടെ കല്ലറ പൊളിച്ച് പരിശോധിക്കാനായിട്ട് എത്തിയത്. രാവിലെ എത്തിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്ക് മാത്രമായിരുന്നു എതിർപ്പുണ്ടായിരുന്നത്. പിന്നീട് ചില ഹൈന്ദവ സംഘടനകളും ചില പ്രാദേശിക പാർട്ടി RSS BJP പ്രവർത്തകരും അവർക്ക് പിന്തുണയുമായും എത്തി. പിന്നീട് കൂടുതൽ ഉദ്യോഗസ്ഥർ, ഏതാണ്ട് 12 മണിക്ക് ശേഷം കൂടുതൽ ഉദ്യോഗസ്ഥർ, അതായത് സബ് കളക്ടറും അതേപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും സയന്റിഫിക് എക്സ്പേർട്ടുകൾ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കല്ലറ പൊളിക്കുന്ന നടപടികൾ തുടങ്ങി. അപ്പോഴാണ് ഈ പ്രതിഷേധങ്ങളുടെ തുടക്കം. പിന്നീടാണ് നാടകീയ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഇവർ പറയുന്നത് തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ആചാരപരമായിട്ട് നടത്തിയ ഒരു സമാധിയാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അവർക്കൊരു നോട്ടീസ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നാണ് പ്രധാനമായും ചോദിക്കുന്നത്.